ഹായ് ഓൾ, ക്രിസ്റ്റൽ എഡ്യു ഹബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത് കേരള HSA അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചിങ് പോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഏതാനും അപ്ഡേഷൻസ് ആണ്. അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും, പ്രത്യേകിച്ചും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നവര് ശ്രദ്ധിച്ചു കാണും, ഈ വർഷ അവസാനത്തോടു കൂടി PSC ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടുകയാണ്. അപ്പൊ നമ്മളെല്ലാം ഇനി എന്താണ് അത് പ്രിപ്പയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ഹബ്ബ് HSA കോഴ്സ് ഓഫർ ചെയ്യാണ്. പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകാർക്ക് വേണ്ടിയിട്ട് HSA സോഷ്യൽ സയൻസ് ബാച്ച് നമ്മൾ ക്രിസ്റ്റൽ എഡ്യു ഹബ്ബ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന് വേണ്ടതെന്നൊന്ന് നോക്കാം. അതായത് BEdും പ്ലസ് സ്പെസിഫിക് സബ്ജക്റ്റിലെ ഡിഗ്രിയും ആൻഡ് കേറ്ററ്റ് എക്സാം, ആ ക്വാളിഫയിങ് എക്സാമും പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ സിലബസ് നമ്മൾ പറയുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമുക്കിത് ഇവർ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പാർട്ട് എയിൽ നമ്മൾ പ്രധാനമായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് മെത്തഡോളജി കാര്യങ്ങളും അതുകൂടാതെ കറണ്ട് അഫയേഴ്സും ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ ബാക്കി പാർട്ട് ബിയിലാണ് നമ്മൾ ഒരു സ്പെസിഫിക് സബ്ജക്റ്റുകളായിട്ട് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ജോഗ്രഫി ഒക്കെ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ സോഷ്യൽ സയൻസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുവഴി നമ്മൾ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുന്നു. എങ്ങനെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടുന്നത് എന്നതുകൂടി മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് സെഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, മെഹ്റൗളി സ്തംഭവുമായി യോജിക്കുന്നത്. ഇവിടെ മെഹ്റൗളി സ്തംഭവുമായി യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പറയുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സ്ഥാപിച്ചത്, ആൻഡ് ബി ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചത്. ഓപ്ഷൻ സി ഇന്ത്യയിലെ ആദ്യത്തെ വെങ്കല സ്തംഭം. ഓപ്ഷൻ ഡി ഇന്ത്യയിലെ ആദ്യ ഇരുമ്പ് സ്തംഭം. ഇങ്ങനെയാണ് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇന്ത്യയിലെ ആദ്യ ഇരുമ്പ് സ്തംഭമാണ് ഈ മെഹ്റൗളി പില്ലർ എന്ന് പറയുന്നത്. ഇത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇതൊരു അയേൺ പില്ലർ ആണ്. ആൻഡ് ഏകദേശം 7.2 മീറ്റർ ലെങ്ത് ആണ് ഇതിന് ടോട്ടലായിട്ട് വരുന്നത്. ആൻഡ് ഇതിനെ നമുക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡൽഹിയിലെ കുത്തബ് മിനാർ കോംപ്ലക്സിലാണ് ഈ ഒരു പില്ലർ ഇറക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഏകദേശം ഒരു 4th 5th സെഞ്ചുറി പീരീഡിൽ ഇന്ത്യ ഭരിച്ചിരുന്ന, പ്രത്യേകിച്ചും ഗുപ്ത ഡൈനാസ്റ്റിയിൽ ബിലോങ് ചെയ്യുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗുപ്ത റൂളറാണ് ഈ ഒരു പില്ലർ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആൻഡ് ഈ പില്ലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ തുരുമ്പ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഏൻഷ്യൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ പീരീഡിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ആർക്കിയോളജിക്കൽ, അവരുടെ ടെക്നോളജിക്കൽ എക്സലൻസിനെ കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു പില്ലർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ഒരു സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ കാണാം. അപ്പോൾ അത് വായിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ് ഈ ഒരു പില്ലർ ഇറക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നത്. കാരണം അതിൽ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അക്ബർ കാബൂളിലേക്ക് പട നയിച്ച വർഷം. ഓക്കെ, അക്ബറിന്റെ കാബൂൾ കോൺക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കാബൂൾ എക്സ്പെഡീഷന്റെ ഇയർ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ഇയർ അറിഞ്ഞാലേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് എ പറയുന്നത് 1581, ഓപ്ഷൻ ബി 1605, ഓപ്ഷൻ സി 1582 ആൻഡ് ഓപ്ഷൻ ഡി 1576. ഇത്രയും വർഷങ്ങളാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഓരോ ഈ ഇയറുകളൊക്കെ തന്നെ അക്ബറിന്റെ ലൈഫും കോൺക്വസ്റ്റും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് കാബൂളിലേക്ക് പട നയിച്ച വർഷം എന്നാണെന്ന് അറിയണം. നമുക്ക് ആൻസർ നോക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1581 ആണ്. അതായത് 1581 അക്ബർ കാബൂൾ പിടിച്ചെടുക്കാനായിട്ട് പോയിട്ടുള്ളത് എന്നാണ്. നമ്മൾ അക്ബറിന്റെ ആ ഒരു ഭരണം, ആ ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ മുഗൾ എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ കോൺക്വസ്റ്റും
അക്ബറാണ് നടത്തിയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകൾ നമ്മളൊരു ക്രൊണോളജിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ആദ്യം പിടിച്ചെടുത്തിട്ടുള്ളത്, അതായത് കോൺക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗുജറാത്ത് ആണ്. ഈ ഗുജറാത്തിന്റെ വിക്ടറി കമ്മമറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ബുലന്ദ് ദർവാസ അക്ബർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഗുജറാത്ത് വിക്ടറി നടക്കുന്നത്, അല്ലെങ്കിൽ കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത് നടക്കുന്നത് 1572 അപ്പൊ നമ്മൾ ഈ വർഷങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ കൊടുത്തു വെച്ചാൽ ഇതുപോലെ അക്ബറിന്റെ കോൺക്വസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് പിന്നീട് ഗുജറാത്ത് കോൺക്വസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം ബംഗാൾ കോൺക്വസ്റ്റ് ചെയ്യുന്നത്. അത് ഏകദേശം 1574-76 പീരീഡിലാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ് പോയിട്ട് കോൺക്വസ്റ്റ് ചെയ്യുന്നത്. അത് ഒരു പീരീഡ് ഓഫ് 1585-95 പീരീഡിന്റെ ഇടയിലാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചെടുക്കുന്നത്. അതിൽ അദ്ദേഹം പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതിന്റെ ഇയറും തൊട്ട് താഴെ കാണാം. കാശ്മീർ, കണ്ടഹാർ, ലോവർ സിന്ധ് 1591 ഈ 3 സ്ഥലങ്ങളും പിടിച്ചെടുത്തത്. പിന്നെ 1595 അദ്ദേഹം ബലൂചിസ്ഥാൻ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഡെക്കാനിലേക്ക് ക്യാമ്പയിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് 1601 ഓക്കെ. അപ്പൊ 1601 ലാസ്റ്റ് അദ്ദേഹത്തിന്റെ റൂളിംഗ് പീരീഡിന്റെ ഏകദേശം ഒക്കെ അവസാനമാകുമ്പോഴാണ് അദ്ദേഹം ഡെക്കാൻ ക്യാമ്പയിൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പീരീഡിൽ അദ്ദേഹം ബേറാർ, കണ്ടേഷ് ആൻഡ് അഹമ്മദ് നഗറിന്റെ കുറച്ച് പാർട്സ് ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അക്ബറിന്റെ കോൺക്വസ്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ നമ്മളോട് ചോദിച്ചത് കാബൂൾ എന്ന് പറയുന്ന പ്രദേശം അക്ബർ പിടിച്ചെടുത്തത് ഏത് ഇയറിലാണെന്നാണ്. അത് 1581 ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സൽത്തനത്ത് ഭരണകാലത്ത് വളർന്നു വികസിച്ച നഗരങ്ങളിൽ പെടുന്നത്. അപ്പൊ സൽത്തനത്ത് പീരീഡ് ഉണ്ടായിരുന്ന നഗരങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട നഗരമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൽക്കത്ത, പടലിപുത്രം, ബ്രോച്ച്, സിംല. ഇതിലേതാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന നഗരം? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് കൽക്കത്ത എന്ന് പറയുമ്പോൾ നമുക്ക് കൽക്കത്ത എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നഗരം ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല. നമുക്ക് കുറെ കൂടെ മോഡേൺ പീരീഡിൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്തൊക്കെയാണ് കൽക്കത്ത എന്ന് പറയുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു നഗരം വളർന്നു വരുന്നത്. പടലിപുത്രം നമുക്ക് ഏൻഷ്യന്റ് പീരീഡിലാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഇപ്പം പടലിപുത്രം മൗര്യൻ ക്യാപിറ്റൽ ഒക്കെ ആയിട്ട് വളർന്നു വരുന്നത്. അപ്പൊ അത് ഈ ഒരു മെഡീവൽ പീരീഡിൽ അതിന് ആ ഒരു സമയത്ത് വികസിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇവിടെ പിന്നെ ബ്രോച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു സൽത്തനത്ത് ഭരണകാലത്ത് വളർന്ന് വികസിച്ച ഒരു നഗരമാണ്. ട്രേഡ് ഒക്കെ ചുറ്റിപ്പറ്റിയിട്ട് വളർന്നതാണ്. ആൻഡ് അഗെയിൻ സിംലയിലേക്ക് വരുമ്പോൾ സിംലയും നമുക്ക് ഈ ഒരു പീരീഡ് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതും കുറച്ചുകൂടി മോഡേൺ പീരീഡിലാണ് സിംലയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ബ്രോച്ച് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും കറക്റ്റ് ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ കാലയളവായി കണക്കാക്കാവുന്നത്. ഇതും സൽത്തനത്ത് പീരീഡിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്ന തുഗ്ലക് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളറിന്റെ ഒരു റെയിനിങ് പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1324 to 1351, ഓപ്ഷൻ ബി 1256 to 1336 ആൻഡ് 1290 തൊട്ട് 1320, ഓപ്ഷൻ ഡി 1210 തൊട്ട് 1236. ഓക്കെ. ഇതിലെ ഏത് ടൈം പീരീഡ് ആയിരിക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വരുന്നത്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ എന്നാണ്. ഇനി ഈ ഒരു ഡൽഹി സൽത്തനറ്റ് മുഴുവനായിട്ട് നമുക്ക് ക്രോണോളജി അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1324 തൊട്ട് 1351 വരെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പഠിക്കുന്നത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അദ്ദേഹം എന്താണ് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നതും അദ്ദേഹം പുതിയ കോയിനേജ് സിസ്റ്റം ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ കറാച്ചിലും ഖുറാസാൻ എക്സ്പെഡീഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളില് ഡൽഹി സൽത്തനേറ്റ് ഭരിച്ചിരുന്ന 5 ഡൈനാസ്റ്റികളുടെ ലിസ്റ്റും ഉണ്ട്. ആൻഡ് അതിന്റെ ഫൗണ്ടർ ഉണ്ട്. ആൻഡ് അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ
അവിടെ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സും അവരുടെ ടൈം പീരീഡും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈം പീരീഡ് ആയിരുന്നു. അത് ഇവിടെ കാണാം. തുഗ്ലക് ഡൈനാസ്റ്റിയിൽ ഏകദേശം 1321-നും 1414-നും ഇടയ്ക്കാണ് തുഗ്ലക് ഡൈനാസ്റ്റി ഭരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റൂളർ ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 1320-നും 1324-നും ഇടയ്ക്കാണ്. ഒരു 4 വർഷത്തെ പീരീഡിലാണ് അദ്ദേഹം ഭരിച്ചിട്ടുള്ളത്. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് അത്യാവശ്യം കുറച്ച് അധികം സമയം ഭരിച്ചിട്ടുണ്ട്. 1324 തൊട്ട് 1351 വരെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ബാക്കി എല്ലാ റൂളേഴ്സിന്റെ ഇപ്പൊ ഫൗണ്ടർ ആയിട്ടുള്ള ഇപ്പൊ സ്ലേവ് ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്ക് 1206 വരുന്നു. 1210 വരെ അദ്ദേഹം ഭരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഇൽത്തുമിഷ് വരുന്നു. പിന്നെ ഏറ്റവും അവിടുത്തെ സുൽത്താൻ റസിയ ഭരിക്കുന്നത് 1236 1240 കാലയളവിലാണ്. ഇതുപോലെ ഈ അലാവുദ്ദീൻ ഖിൽജി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവരൊക്കെ ഭരിച്ചിരുന്ന ഇയർ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിലെത്തിയ വിദേശ സഞ്ചാരികളിൽ ചിലരുടെ പേരാണ് താഴെ ചേർക്കുന്നത്. ഇവരിൽ പോർച്ചുഗൽ സ്വദേശി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വിജയനഗര സാമ്രാജ്യം എവിടെയാണ്? ഡെക്കാൻ ഏരിയയിലാണ്. അത് ഏകദേശം ഒരു 13th 14th 15th സെഞ്ചുറി പീരീഡിലാണ് വിജയനഗര സാമ്രാജ്യം ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇവിടെ കുറെ വിസിറ്റേഴ്സ്, കുറെ ഫോറിൻ ട്രാവലേഴ്സ് ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതില് തന്നിട്ടുള്ള ലിസ്റ്റില് ഏത് ആളാണ് പോർച്ചുഗീസുകാരനായിട്ടുള്ള സ്വദേശി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ലിസ്റ്റ് നോക്കാം. ഇബ്നു ബത്തൂത്ത ഉണ്ട്, ഡൊമിംഗോ പയസ്, നിക്കോളോ ഡി കോണ്ടി, അത്തനേഷ്യസ് നികിതി. ഇതില് പോർച്ചുഗീസ് സ്വദേശി ആരാണ്? നമുക്ക് ആൻസർ നോക്കാം. ആരാണ്? ഓപ്ഷൻ ബി ഡൊമിംഗോ പയസ് ആണ്. ഡൊമിംഗോ പയസ് ആണ് പോർച്ചുഗീസുകാരനായിട്ട് ഉള്ള ആള്. അദ്ദേഹം വിജയനഗര എംപയർ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണദേവറായയാണ് ആ സമയത്ത് ഭരിച്ചിരുന്ന റൂളർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1516-20 കാലയളവിലാണ് ഡൊമിംഗോ പയസ് ഇവിടെ കൃഷ്ണദേവറായന്റെ കൂട്ടില് വരുന്നത്. പിന്നെ നമ്മൾ ഓപ്ഷൻസിൽ മറ്റു പേരുകളുണ്ട്. ഇബ്നു ബത്തൂത്തനെ കാണാം, നിക്കോളോ ഡി കോണ്ടി കാണാം, അത്തനേഷ്യസ് നികിതീൻ കാണാം. ഇതിൽ ഇബ്നു ബത്തൂത്ത എന്ന് പറയുമ്പോൾ അദ്ദേഹം സൽത്തനറ്റ് പീരീഡില് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കൂട്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ട്രാവലറാണ്. അദ്ദേഹം ഒരു മൊറോക്കൻ ട്രാവലറാണ്. 1333 വന്നിട്ട് അദ്ദേഹം 1347 വരെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കൂട്ടില് ഉണ്ട്. പിന്നെ നിക്കോളോ ഡി കോണ്ടി വിജയനഗര എംപയറിൽ തന്നെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലറാണ്. പക്ഷെ അദ്ദേഹം വരുന്നത് ദേവറായ ഫസ്റ്റ് എന്ന് പറയുന്ന വിജയനഗര റൂളറിന്റെ സമയത്താണ്. ആൻഡ് ഇദ്ദേഹം ഒരു വെനീഷ്യൻ ട്രാവലർ ആയിരുന്നു, വെനീഷ്യക്കാരനായിരുന്നു നിക്കോളോ ഡി കോണ്ടി. ആൻഡ് അത്തനേഷ്യസ് നികിതിൻ എന്ന് പറയുന്നത് ഇദ്ദേഹം റഷ്യൻ ആണ്. അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത് ബാമിനി കിങ്ഡത്തിലാണ്. ബാമിനി സൽത്തനേറ്റ് അന്ന് ഭരിച്ചിരുന്നത് മുഹമ്മദ് ഷാ തേർഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ധാരാളം ട്രാവലേഴ്സ് ഒരു എംപയറും അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റിക് റൂളേഴ്സ് ഭരിച്ചിരുന്ന സമയത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആര് എവിടെയാണ് വിസിറ്റ് ചെയ്തത് ആൻഡ് ആരുടെ പീരീഡ് ആണ് വിസിറ്റ് ചെയ്തതെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ HSA സോഷ്യൽ സയൻസിന് പഠിക്കുന്നവര് ക്രിസ്റ്റലിന്റെ ഈ ഒരു HSA സോഷ്യൽ സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നമ്പർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.